ഉസ്മാനിയിൽ ബദലിന് ഉദാഹരണം സ്വലാത്ത് എന്ന് പറഞ്ഞു അല്ലേ. ബാഇനെ മീമിൽ ഇത് ആം ചെയ്ത് ഓതണം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് ആം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള അക്ഷരത്തെ മാത്രമേ ഇത് ആം ചെയ്യൂ. ഇതിൽ ബാഇന് സുക്കൂനുള്ള ഉദാഹരണം ഒന്നാമത്തത് മാത്രമേ ഉള്ളൂ. ഇറക്കം മാന. ബാഇനെ മീമിലേക്ക് ചേർത്തിട്ട് മീമിന് ശബ്ദ കൊടുത്ത് ഒറ്റ അക്ഷരമാക്കി ഇറക്കം മാന. ഓക്കെ. റായിന് തർക്കീക്ക് ചെയ്ത് ഓതണം. ഇത് സി ആണ് ആൻസർ. സി. അവിടെ ബസീർ സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു. അലിഫിനെ തഫ്ഹീം ചെയ്യണം. ഇതിൽ നീട്ടാനുള്ള അലിഫ് എന്ന ഉദാഹരണം ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ടെത്താം. അല്ലെങ്കിൽ ഹുസ്സലത്തിൻ കില്ലിലെ വാദിന് ശേഷം അലിഫ് വന്നു, അതുകൊണ്ട് ഇത് തഫ്ഹീമാണ്. ഈ അലിഫിനെ തഫ്ഹീം ആക്കിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. വാവിനെ തഫ്ഹീം ചെയ്ത് ഓതണം. ഇതിൽ നീട്ടാൻ വന്ന വാവ് ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത് കണ്ടെത്താം. അതല്ലെങ്കിൽ ഹുസ്സലത്തിൻ ആ ത്വാന് ശേഷം വന്ന നീട്ടാൻ വന്ന വാവ് തു എന്നുള്ളതിനെ നീട്ടാൻ വന്ന വാവ് തഫ്ഹീം ചെയ്യണം. ഹാ ഉള്ളമിനെ നീട്ടി ഓതി. നേരത്തെ പറഞ്ഞിരുന്നു നീട്ടാൻ വരുന്നതിനൊക്കെ എന്തുണ്ടാവും? 4. ഇവിടെ ഒരു ബിഹി എന്നുള്ളിടത്ത് 4 ബി. അവിടെ ഇതാണ് ബി എന്നുള്ളതാണ് ആൻസർ. നീട്ടി ഓതേണ്ടത് ബിഹി എന്നുള്ള ഹായിന് ശേഷം, അല്ലെങ്കിൽ ഇവിടെ 4 നെയ്ത 4 ബിഹി നക്ക. അവിടെ ഹായിന് ശേഷം യാ ഉസ്വൈറയുടെ അടയാളമുണ്ട്. അങ്ങനെ നീട്ടി ഓതാനുള്ളതിനെ അങ്ങനെ കണ്ടെത്താം. നീട്ടാൻ പറ്റാത്തത് 5. അവിടെ നിങ്ങൾക്കറിയാം ഹായിന് ശേഷം നീട്ടാനുള്ള ഒരു അടയാളവും ഇല്ല. വാവും ഇല്ല, യാവും ഇല്ല. വാവ് സ്വൈറയില്ല, യാ സ്വൈറയും ഇല്ല. അങ്ങനെയും അത് കണ്ടെത്താം. അതല്ലെങ്കിൽ ഹായിനു മുമ്പോ ശേഷമോ സുക്കൂൻ ആണെങ്കിൽ നീട്ടാൻ പാടില്ല എന്ന നിയമം ഓർത്താൽ മതി. ഓക്കെ. ഇനി അടുത്ത് റായിന് കസറാണെങ്കിൽ റായിന് എന്ത് ചെയ്യണം? തർക്കീക്ക്. എന്താ ചെയ്യേണ്ടത്? തർക്കീക്ക് ചെയ്യണം. തർക്കീക്ക് ചെയ്യണം. ഓക്കെ. ഇനി വിഫാക്കൻ എന്നതിലെ ഫായിന് ശേഷമുള്ള അലിഫിനെ, ഈ ഫ എന്നുള്ളത് ഹുസ്സലീത്തിൻ കില്ലിൽ പെടാത്ത അക്ഷരമായതുകൊണ്ട് തർക്കീക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. എന്താ തന്നെ ചെയ്യേണ്ടത്? തർക്കീക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഒരു സെയിം ഉത്തരാണ്. തർക്കീക്കാണ് ചെയ്യേണ്ടത്. അടുത്തത് ബർ റബ്ബുക്കും എന്നതിലെ ഏതക്ഷരത്തിനെയാണ് റായിൽ ഇദ്ആം ചെയ്തത്? റായിൽ ഇദ്ആം ചെയ്യുക എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പുള്ള അക്ഷരമാക്കി ഇദ്ആം ചെയ്യുക. അപ്പോൾ ഇവിടെ ലാം എന്നുള്ള അക്ഷരമാണ്. ലാം എന്നുള്ള അക്ഷരത്തിനെയാണ് റായിലേക്ക് ഇദ്ആം ചെയ്തത്. ഹിജ്റയുടെ 12-ാം വർഷമാണ് ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്. ലൊലംതും എന്നതിൽ ഏതക്ഷരത്തെയാണ്? ഇതിൽ ആദ്യം വന്ന ഹർക്കത്തില്ലാത്ത അക്ഷരം ദായാണ്. അപ്പം അങ്ങനെ കണ്ടെത്താം. ഇദ്ആം ചിലപ്പോഴും ഹർക്കത്തില്ലാത്ത അക്ഷരത്തെ ഹർക്കത്തുള്ളതിലേക്കാണ് ചേർത്തി വായിക്കുക. ഹൗ ലമീറിന് തൊട്ട് മുമ്പ് സുക്കൂൻ വന്നാൽ, എന്ത് വന്നാലാണ് നീട്ടാൻ പറ്റാത്തത്? സുക്കൂൻ വന്നാലാണ് നീട്ടാൻ പറ്റാത്തത്. ഹായിന് മുമ്പോ ശേഷമോ സുക്കൂൻ വന്നാൽ നീട്ടാൻ പാടില്ല. ഹർക്കത്താണെങ്കിലാണ് നീട്ടാൻ പറ്റുക. ഓക്കെ.